കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷൻസ് പഠിച്ചിരുന്നു. അതിൽ ഒന്നാമത്തെ ഫങ്ഷൻ ആയിട്ടുള്ള ഇഷ്യൂ ഓഫ് കറൻസി നോട്ട്സും അതുപോലെ തന്നെ ആക്ടിങ് ആസ് എ ബാങ്കർ ഓഫ് ഗവൺമെൻറ് ആയിരുന്നു. ആ ബാങ്കർ ഓഫ് ഗവൺമെൻറ്റിൻ്റെതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും ആസ് എ ബാങ്കർ, ഒരു ബാങ്കർ എന്ന നിലയിൽ RBI സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ രണ്ട് ഗവൺമെൻറ്റിൻ്റെയും ബാങ്ക് ആയിട്ട് ആര് വർക്ക് ചെയ്യുന്നു? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വർക്ക് ചെയ്യുന്നു. അതിൽ പ്രധാനമായിട്ടും നോക്കുക, ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക. കളക്ട് മണി ഓൺ ദി ബിഹാഫ് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ വേറെ ഏജൻസി വാട്ട് എവർ ഇറ്റ് ഈസ് അവരിൽ നിന്നും ക്യാഷ് ഗവൺമെൻറ്റിലേക്ക് കളക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ GST കൊടുക്കുക, നമ്മൾ ടാക്സ് അടയ്ക്കുക, ഇൻകം ടാക്സ് അടയ്ക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബില്ല് അടയ്ക്കുക. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ RBI കളക്ട് ചെയ്യും. പക്ഷെ നമുക്ക് നേരിട്ട് RBIൻ്റെ കയ്യിൽ കൊണ്ട് ക്യാഷ് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ശരിക്ക് RBI ഒരിക്കലും ജനറൽ പബ്ലിക്കിന് വേണ്ടി കണക്റ്റഡ് ആവുന്നില്ല. RBI ഈ ജോലി ആരെ ഏൽപ്പിക്കുന്നു? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആയിട്ടുള്ള ഷെഡ്യൂൾഡ് ബാങ്കിനെ ഏൽപ്പിക്കുന്നു. ഓക്കെ. പക്ഷേ ഇവിടെ ബാങ്കിന് വേണ്ടിയിട്ട്, ഇവിടെ RBIക്ക് വേണ്ടിയിട്ട് ഈ ബാങ്കാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഓക്കെ. ഇത് കളക്ട് മണി ഓൺ ദ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ്. പിന്നെ മേക്സ് പേയ്മെൻറ്റ് ഓൺ ദി ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ ഇൻസ്ട്രക്ഷൻ. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് മണി പേയ്മെൻറ്റ്സ് നടത്തുന്നതും ഈ RBI ആണ്. പിന്നെ അറേഞ്ചസ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ദ ഫണ്ട് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഓൺ ദി ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? RBI ഫണ്ട് എന്ത് ചെയ്യുന്നു? അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഒന്നാമത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, പേയ്മെൻറ്റ് സ്വീകരിക്കുക, ഫണ്ട് കളക്ട് ചെയ്യുക, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഇതൊക്കെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് RBI ചെയ്തു കൊടുക്കുന്നു. RBI നേരിട്ടല്ല, RBI മറ്റു ബാങ്കുകളെ അത് ഏൽപ്പിക്കുന്നു. പിന്നെ മേക്ക് അറേഞ്ച്മെൻറ്റ് ഫോർ ദ സപ്ലൈ ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച് ടു ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തിനാവശ്യം വരും? ഫോറിൻ കറൻസി വേണ്ടി വരും. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് റെഡിയാക്കി കൊടുക്കുക എന്നതും RBIൻ്റെ ചുമതലയാണ്. ഇനി പറയാൻ പോകുന്നത് ഷോർട്ട് ടേം അഡ്വാൻസ് ആർ ഗ്രാൻറ്റഡ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 3 months. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും എന്ത് ചെയ്യേണ്ടി വരും? ലോൺ ആവശ്യം വരും ഷോർട്ട് ടേമിക്ക്. ആ ഷോർട്ട് ടേം ലോൺ റെഡിയാക്കി കൊടുക്കുന്നത് വരെ RBI ആണ്. ആ ഷോർട്ട് ടേമിൻ്റെ പീരീഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3 മാസമാണ്. ഓക്കെ. അതിന് അങ്ങനെ കൊടുക്കുന്ന RBI സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനും കൊടുക്കുന്ന ലോണിന് വിളിക്കുന്ന പേരാണ് ശരിക്ക് WMA എന്ന് പറയുക. WMA എന്ന് പറഞ്ഞാൽ വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എന്നാണ്. ഓക്കെ. നമുക്ക് പഠിക്കാനുണ്ട്, ഇപ്പോഴില്ല, എന്നാലും WMA എന്നാണ് ഇതിനിപ്പോഴും പറയുക. RBI ആർക്ക് ലോൺ കൊടുക്കുന്നതിന്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും RBI ലോൺ കൊടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് WMA, വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ്. പിന്നെ പറയുന്നത് ഇൻ ദ ടൈംസ് ഓഫ് എമർജൻസീസ് ലൈക്ക് വാർ, എക്സ്ട്രാ-ഓർഡിനറി ലോൺസ് ആർ ഓൾസോ ഗ്രാൻറ്റഡ് ടു ദ ഗവൺമെൻറ് ബൈ RBI. അതുപോലെ തന്നെ RBI എന്ത് ചെയ്യും? പല ക്രിട്ടിക്കൽ സ്റ്റേജസ് വരുമ്പോഴും സെൻട്രൽ ഗവൺമെൻറ് ധാരാളം ഫണ്ട് കൊടുക്കും. എമർജൻസീസ് വരുമ്പോൾ നമ്മൾക്കറിയാം, ഇപ്പോൾ ഈ WMA ശരിക്കും കഴിഞ്ഞതിൽ 75 ലക്ഷം കോടിയാണ് സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തത്. ഇന്നിപ്പോൾ അത് കോവിഡ് ആയതുകൊണ്ട്, കോവിഡ് പാൻഡമിക് ആയ ടൈമിൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ് RBI സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്നത് ഒരു ഫിനാൻഷ്യൽ ഏജൻറ്റ് ആയിട്ടും RBI വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. ആക്ട് ആസ് ആൻ ഏജന്റ് ഓഫ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ദ മാറ്റർ ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ലോൺസ് ഓൺ ദ അക്കൗണ്ട് ഓഫ് റിസർവ് ബാങ്ക്സ്, intimate to the knowledge of the financial market. It is able to obtain in the best possible terms of the government in matter. Further, by coordinating the borrowing programs of various government, it is able to minimize the adverse effect of the government borrowings on the money and security market. അതായത് ഗവൺമെൻറ് ഈ ഫ്ലോട്ടേഷൻ ഓഫ് ലോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ രാജ്യത്ത് നിരവധി ലോണുകൾ ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് യൂണിഫോമിറ്റിക്ക് വേണമെങ്കിൽ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഗവൺമെൻറ് ഇറക്കും. ഈ കാര്യങ്ങളൊക്കെ ശരിക്കും ആരോടെയാണ് നടപ്പാക്കുന്നത്? ആരാ നടപ്പാക്കി കൊടുക്കുന്നത്? RBI. അതുകൊണ്ട് തന്നെയാണ് RBI സെൻട്രൽ ഗവൺമെൻറ് ഏജൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതൊരു പോയിന്റ്.
രണ്ടാമത് പറയുന്നത് ഓൺ ദി ബിഹാഫ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് RBI സെൽ ട്രഷറി ബിൽസ് ഓഫ് 90 days on the days maturity. It is weekly auctions and secure the short term finance for the central government. സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ ഫണ്ടിന് ഷോർട്ടേജ് വരും. അപ്പോൾ ചില ട്രഷറി ബിൽസ് എന്ന് പറഞ്ഞ ഒരു ഡിബെഞ്ചർ പോലത്തെ ഒന്നാണ്. അതിന് കാലാവധി 90 ദിവസമായിരിക്കും. നമ്മളിപ്പോൾ 5000 രൂപ കൊടുത്ത് ഒരു ട്രഷറി ബില്ല് മേടിച്ചു കഴിഞ്ഞാൽ 90 days കഴിഞ്ഞാൽ നമ്മൾ ആ ട്രഷറി ബില്ല് ഗവൺമെൻറ്റിൽ സറണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത പണത്തിനേക്കാളും കൂടുതലായിട്ട് ഇങ്ങോട്ട് തിരിച്ചിടും. അത് ഗവൺമെൻറ് ഫണ്ട് കളക്ട് ചെയ്യാനുള്ള മെത്തേഡാണ്. ആ വർക്കും RBI ആർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിന് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുകയും അത് ഗവൺമെൻറ്റിന് വേണ്ടി അതിലൂടെ ഫണ്ട് കളക്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ക്ലിയർ ആണ് ആസ് എ ഫിനാൻഷ്യൽ ഏജൻറ്റ്. ഇനി പറയുന്നത് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. ഒരു അഡ്വൈസർ എന്ന് പറയുന്നത് ഉപദേശകര്. നമുക്ക് എല്ലാവർക്കും ഉപദേശകരുണ്ട്. നമ്മളെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മളെ ഉപദേശിക്കുക ഒരുപാട് ആളുകളുണ്ടായിരിക്കും അല്ലേ? ആ ബിസിനസ് ചെയ്താൽ കൂടുതൽ ലാഭം ഉണ്ടാവും, ഈ ബിസിനസ് ചെയ്താൽ കൂടുതൽ ലാഭം ഉണ്ടാവും. എല്ലാവരും ലാഭത്തിൻ്റെ കണക്കേ പറഞ്ഞു തരുള്ളൂ. ആരും നമ്മളോട് നഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞു തരില്ല. അവസാനം ബിസിനസ് തകർന്നാൽ മാത്രമാണ് ആളുകൾ പറയുക. അപ്പോൾ എങ്ങനെ പറയാ? നമുക്ക് ഒരുപാട് ആളുകൾ ഉപദേശിക്കില്ലേ? നമ്മളതിലിപ്പോൾ ഒരു 1 CR ഉണ്ടെങ്കിൽ കുറേ ആളുകൾ പറയും ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരാൾ പറഞ്ഞത് കേൾക്കും, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളെ പൈസ പോകും. അപ്പോൾ അതിന് മുമ്പ് വേറെ കുറേ ആളുകൾ ഉപദേശിച്ചിട്ടുണ്ടല്ലോ, അവരൊക്കെ പറയും അപ്പളേ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ. നിങ്ങൾ മോഹൻലാലിൻ്റെ വരവേൽപ്പ് പറഞ്ഞ സിനിമ ഉണ്ട്, ഗൾഫിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ വരുന്നത്. നാട്ടിൽ വരുമ്പോൾ അവരെ മോഹൻലാലിൻ്റെ എന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ അളിയന്മാർ 3 അളിയന്മാർ 4 അളിയന്മാരുണ്ട്. ഇവരൊക്കെ ഒരാൾ ഹോട്ടൽ ബിസിനസ് പറയും, ഒരാൾ അബ്കാരി ബിസിനസ് പറയും, ഒരാൾ എന്താ പറയുക ഒരു അമ്മാവൻ തോട്ടപ്പറമ്പ് വാങ്ങാൻ പറയും. പക്ഷെ മോഹൻലാൽ ഇവർ ആരും അഡ്വൈസ് ചെയ്തെടുക്കണില്ല. മൂപ്പര് സ്വന്തമായിട്ട് ബസ് എടുക്കുകയാണ്. ബസ് ഒന്ന് ആ കുത്തുവാലെടുക്കുമ്പോൾ അമ്മവൻ പറയും ഞാൻ അന്നേ പറഞ്ഞതല്ലേ തോട്ടം മേടിച്ചിട്ടാ പോരായിരുന്നു, അതിനൊരു പ്രശ്നമില്ല എന്നുള്ളത് അല്ലേ? അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഉപദേശകരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ RBI ഒരു ഉപദേശകനായിട്ട് വർക്ക് ചെയ്യുന്ന ഉപദേശകനായിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ്. നമുക്ക് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ rendering the following services. നോക്കാം. It advises the central and state government on all financial and economic matters such as the flotation of loan, agriculture and industrial finance etc. പ്രധാനമായിട്ടും അഗ്രികൾച്ചർ ലോണ്, ഇൻഡസ്ട്രിയൽ ലോൺസ്, ഹൗസിംഗ് ലോൺസ്, ഇതൊക്കെ എങ്ങനെ കൊടുക്കണം ജനങ്ങൾക്ക് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഉപദേശം സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. പിന്നെ അഡ്വൈസ് ഓൺ ദ മാറ്റേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ഫിനാൻസ് ഈസ് ഓൾസോ ഗിവൺ ടു ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് ഇന്റർനാഷണൽ ഫിനാൻസിനെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള അറിവുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ കളക്ട്സ് ദ റീസെൻറ്റ് ഇൻഫർമേഷൻ ഓൺ ദ കറണ്ട് എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇറ്റ്സ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് കീപ്സ് ഗവൺമെൻറ് ഇൻഫോംഡ് പീരിയോഡിക്കലി. അത് രാജ്യത്തുള്ള ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ കുറിച്ചും ഇന്റർനാഷണലിലുള്ള ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ചൊക്കെ എല്ലാ വിവരങ്ങളും RBI കളക്ട് ചെയ്തിട്ട് അതാത് സമയങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ്റിനോട് അറിയിക്കും. അതിനായിട്ട് അവർക്ക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നന്നായിട്ട് വായിച്ച് നോക്കാം. ഓക്കെ, ഡൗട്ട്